എൻ്റെ വീട്ടിലെ പൂജ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പൂജ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളിൻ്റെ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ. ഹാളിൻ്റെ ഒരു സൈഡാണ് പൂജ റൂമിൻ്റെ സ്ഥാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതുണ്ടല്ലേ, ഇത്രയും ഇങ്ങനെ മുരുകൻ്റെ പടം, അതുപോലെ ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, അങ്ങനെ കുറച്ച് ഒരുപാടൊന്നുമില്ല, കുറച്ച് പടങ്ങളൊക്കെയാണ് ഉള്ളത്. ഇന്നും ഇത് വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിക്കും കേട്ടോ. ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും അതുപോലെ അതിൽ കുറച്ച് പൂക്കളൊക്കെ ഇടാറുണ്ട്. ഒരു കുഞ്ഞു നിലവിളക്ക് സന്ധ്യാസമയത്ത് അവിടെ കൊളുത്തി വയ്ക്കും. അതുപോലെ തന്നെ വലുത് പുറത്ത് വയ്ക്കും. പിന്നെ അടുത്ത ഇതുണ്ടല്ലേ, ഭസ്മമുണ്ട്, അതുപോലെ തന്നെ കുങ്കുമം, ചന്ദനമുണ്ട്. ഇത് കുന്നിക്കുരുവാണ്. കുന്നിക്കുരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സാധനങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബത്തി കൊളുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇതിന് അടിയിലൊരു റാക്ക് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ തിരിവയ്ക്കാനുള്ള തീപ്പെട്ടിയും അതുപോലെ തിരുനൂല്, എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ നമ്മൾ ഡെയിലി കൊളുത്തുന്ന തീപ്പെട്ടിയുടെ കൊള്ളി ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഗ്ലാസ് വയ്ക്കാറുണ്ട്. അതിനും അടിയിലായിട്ടൊരു റാക്ക് ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ ബുക്കുകളെല്ലാം, കുട്ടികളുടെ ബുക്കുകളെല്ലാം ഞാൻ അവിടെയാണ് വെക്കാറുള്ളത്. കുട്ടികൾ അവിടെ ബുക്കുകൾ വെക്കും. ദൈവത്തിൻ്റെ അടിയിൽ ബുക്ക് വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ പൂജ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.